റോഡപകടത്തിൽ മസ്തിഷ്കമരണം സംഭവിച്ച തമിഴ്നാട് സ്വദേശി 7 വയസ്സുകാരന്റെ അവയവദാനം ചെയ്തു. വൃക്കയുമായി തിരുവനന്തപുരത്ത് നിന്നുള്ള ആംബുലൻസ് കോഴിക്കോട് ഇക്ര ആശുപത്രിയിലെത്തി. കരൾ, കിഡ്നി, കോർണിയ, ഹൃദയവാൾവ് എന്നിവയാണ് ദാനം ചെയ്തത്. വിവരങ്ങളുമായി PJ അരുൺ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. PJ അരുൺ, ഇപ്പോൾ ആശുപത്രിയിൽ അവയവങ്ങൾ എത്തിയെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ആർക്കൊക്കെയാണ് അവയവങ്ങൾ ദാനം ചെയ്തിട്ടുള്ളത്? ശരണ്യ, റെക്കോർഡ് വേഗത്തിൽ തന്നെ ഏകദേശം ഒരു 5.5 മണിക്കൂർ മാത്രം എടുത്താണ് തിരുവനന്തപുരത്തിൽ നിന്നും കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലേക്ക് ഇന്നലെ റോഡപകടത്തിൽ മരണമടഞ്ഞ തമിഴ്നാട് സ്വദേശിയായ 7 വയസ്സുകാരൻ്റെ കിഡ്നി ഈ ഇക്ര ഹോസ്പിറ്റലിൽ എത്തിച്ചത്. കാട്ടാക്കട സ്വദേശിയായ ഒരു ആംബുലൻസ് ഡ്രൈവറാണ് ആ ഒരു ആംബുലൻസ് നിയന്ത്രിച്ചിരുന്നത്. കറക്റ്റ് 5:10 തന്നെ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ കിഡ്നി എത്തിക്കുകയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിക്കും. സർജറി നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിക്കും. 3 വർഷത്തിലധികമായി ഇക്ര ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള 17 വയസ്സുകാരൻ, ആ 17 വയസ്സുകാരൻ കണ്ണൂർ സ്വദേശിയാണ്. ആ കുട്ടിയുടെ ശരീരത്തിലാണ് ഈ 7 വയസ്സുകാരൻ്റെ തമിഴ്നാട് സ്വദേശിയായ 7 വയസ്സുകാരൻ്റെ കിഡ്നി ഇനി മുതൽ പ്രവർത്തനം നടത്തുക. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മാനുഷിക തരത്തിലുള്ള, കാരണം മൃതസഞ്ജീവിനി പദ്ധതി പ്രകാരമുള്ള ഒരു അവയവ കൈമാറ്റമാണ്. അതിനുവേണ്ടി തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള 400 കിലോമീറ്ററിൽ പരം ദൂരം 5.5 മണിക്കൂർ കൊണ്ടാണ് കാട്ടാക്കട സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവർ ആ ഒരു മറികടന്ന് ഇവിടെ എത്തിയത്. എന്തായാലും യാതൊരു പ്രതിസന്ധികളും ഇല്ലാതെ ഇടയ്ക്ക് വെച്ച് ചെറുതായി വഴിയിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികളൊന്നും തരണം ചെയ്തുകൊണ്ട് ഒന്നും ഉണ്ടാവാതെ തന്നെ ആ കുട്ടിയുടെ കിഡ്നി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. എന്തായാലും അതിൻ്റെ നടപടികൾ ഉടനെ തന്നെ ആരംഭിക്കും. ഉടനെ തന്നെ സർജറി ഓപ്പറേഷൻ നടപടികൾ തുടങ്ങും. ആ കുട്ടിയുടെ പുതിയ അവയവം സ്വീകരിക്കുന്ന ആ കുട്ടിയുടെ ശരീരത്തിൽ 3 മണിക്കൂറുകൾക്കകം ആ കിഡ്നി മിടിച്ചു തുടങ്ങും. എന്തായാലും ആ കുട്ടിയുടെ കുടുംബത്തിനും ആ രീതിയിലുള്ള ഇത്തരത്തിലുള്ള അവയവദാനത്തിനും തീർച്ചയായും പ്രോത്സാഹനം അർപ്പിക്കേണ്ടതുണ്ട്. കാരണം മരിക്കുമ്പോൾ ആ ശരീരത്തോടൊപ്പം മണ്ണടിയുന്ന അവയവങ്ങളാണ്. ആ അവയവങ്ങൾ മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതോളം വലിയ രീതിയിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനമില്ല. എന്തായാലും ആ കുട്ടി 7 വയസ്സുകാരനാണ്. ആ കുട്ടി മരിച്ചു വരുന്നാലും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വലിയ രീതിയിലുള്ള ദുഃഖിതരാണ്. പക്ഷേ ആ കുട്ടിയുടെ ഒരു അവയവം മറ്റു ആളുകൾക്ക് കൂടി ജീവൻ നൽകാൻ ഉതകുന്നു എന്നുള്ളതിൽ തീർച്ചയായും ആ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാം. എന്തായാലും ഉടനെ തന്നെ ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് ഈ കിഡ്നി ഘടിപ്പിക്കുന്നതും മറ്റുമായിട്ടുള്ള സർജറി നടപടികൾ ആരംഭിക്കും. ശരണ്യ, തീർച്ചയായും അവയവദാനം എന്ന മഹാദാനത്തിന്റെ ഒരു നേർക്കാഴ്ച കൂടി കേരളത്തിൽ വീണ്ടും നടന്നിരിക്കുകയാണ്. ഇന്നലെ റോഡ് അപകടത്തിൽ മസ്തിഷ്കമരണം സംഭവിച്ച തമിഴ്നാട് സ്വദേശി 7 വയസ്സുകാരന്റെ അവയവമാണ് ഇപ്പോൾ ദാനം ചെയ്തിരിക്കുന്നത്. വൃക്കയുമായി തിരുവനന്തപുരത്ത് നിന്നുള്ള ആംബുലൻസ് കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ശസ്ത്രക്രിയകളും മറ്റും നടക്കുമെന്ന് തന്നെയാണ് വിവരങ്ങളാണ് അരുൺ PJ നൽകിയത്.